ഉന്നതൻ മന്നവൻ സ്നേഹപ്പൊരുളാം ദൈവമേ. ഉന്നതൻ മന്നവൻ സ്നേഹപ്പൊരുളാം ദൈവമേ. തപസിലുഴലും മനുഷ്യനെന്നും നായകൻ പാലകൻ ദാനപ്രഭുവാം ദൈവമേ. നായകൻ പാലകൻ ദാനപ്രഭുവാം ദൈവമേ. കനലിലെരിയും മനസ്സിനെന്നും മണ്ണിലെന്നും ശാന്തിയേകി പാരിൽ നിറയണമേ. പാരിൽ നിറയണമേ, പാത ഒരുക്കണമേ. ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ. ആയിരം ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ. ദിവ്യസമാഗമ കൂടാരത്തിൽ ദിവ്യദർശനമേകിയപ്പോ ഉന്നത സ്നേഹാഗ്നി ജ്വാലയായി തെളിയൂ തെളിയൂ. ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ. സൂര്യനായവനെ സ്നേഹമായുണർന്നവനെ ശാന്തിയായി ജീവനായി മഹിയിൽ പാവനദീപമായി. നീതി സൂര്യനായവനെ സ്നേഹമായുണർന്നവനെ ശാന്തിയായി ജീവനായി മഹിയിൽ പാവനദീപമായി. നീ തെളിഞ്ഞ വീതിയിൽ നീങ്ങിടുന്ന വേളയിൽ നീ വരണ
ആകുമോ നിൻ മുഖശോഭ പോലെ? ആയിരം ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ? പാപങ്ങളേറ്റവനെ, പാപവിമോചകനായവനെ, ശാന്തനായി ശൂന്യനായി കുരിശിൽ വേദനയേറ്റവനെ, ലോകപാപങ്ങളേറ്റവനെ, പാപവിമോചകനായവനെ, ശാന്തനായി ശൂന്യനായി കുരിശിൽ വേദനയേറ്റവനെ, നിന്റെ ഉദ്ധാന ശോഭയിൽ നിർമ്മല മാനസരായിടുവാൻ കനിയണമേ കാരുണ്യമേ. ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ? ആയിരം ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ? ദിവ്യസമാഗമ കൂടാരത്തിൽ ദിവ്യദർശനമേകിയപ്പോ ഉന്നത സ്നേഹാഗ്നിജ്വാലയായി തെളിയൂ തെളിയൂ. ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖശോഭ പോലെ? ആയിരം ചന്ദ്രഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ? പിതാവേ, ഇടവക വികാരി മോൺസിഞ്ഞോർ വിൽഫ്രഡ് അച്ച, മറ്റു സഹകാർമ്മികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ഇടവക മധ്യസ്ഥയായ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ തന്നെ നമ്മുടെ അഭിവന്യ പിതാവിൻ്റെ ഇടവക സന്ദർശനം നടക്കുന്നു എന്നത് നമുക്കെല്ലാം ഏറെ സന്തോഷദായകമാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സുദിനത്തിലായിരുന്നു പിതാവിൻ്റെ കഴിഞ്ഞ ഇടവക സന്ദർശനം. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും സാമൂഹ്യ സേവന തൽപരതയും പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകളും കൊണ്ട് പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന സൂസപാക്യം പിതാവ് ഈ രൂപതയുടെ അധ്യക്ഷസ്ഥാനമേറ്റ ശേഷം നടപ്പിലാക്കിയ നവീകരണ പ്രക്രിയകൾ വഴി ദൈവജനമാണ് സഭ എന്ന 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ കാഴ്ചപ്പാട് അന്വർത്ഥമാക്കി തീർത്തു. ഇന്ന് നമ്മുടെ രാജ്യം 65ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരാനായി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെയും നേതാക്കന്മാരെയും നമുക്ക് സ്മരിക്കാം. നമ്മുടെ ഇടവക ദേവാലയം സ്ഥാപിതമായതിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് അഭിവന്യ പിതാവ് ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിക്കുന്നു. മറ്റൊരു പ്രത്യേകത, നമ്മുടെ 7 കുട്ടികൾ ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്നു. 43 കുട്ടികൾ സ്ഥൈര്യലേപനവും സ്വീകരിക്കുന്നു. ഈശോയെ ആദ്യമായി സ്വീകരിക്കുന്ന ഈ കുട്ടികൾക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന യേശുവിനെ പോലെ നമ്മുടെ ഈ മക്കളും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതത്തിൽ സമഗ്രമായ വളർച്ച കൈവരിക്കുന്നതിന് വേണ്ട കൃപാവരങ്ങൾ ഇവരിൽ ചൊരിയണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഈ ദീപബലി മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പ്രഘോഷിച്ച പരിശുദ്ധ കന്യാമറിയം സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ദൈവസ്നേഹവും എളിമയും അനുസരണയും സേവന മനോഭാവവും പരസ്നേഹ പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിലും അനുകരണീയമാക്കി ഈ തിരുനാൾ ആഘോഷങ്ങൾ നമുക്ക് അർത്ഥവത്താക്കാം. അഭിവന്യ ആർച്ച് ബിഷപ്പ് സൂസപാർക്യം പിതാവിനെയും മറ്റു സഹകാർമ്മികരെയും ഇന്ന് ആദ്യ കുർബാനയും സ്ഥൈര്യലേപനവും സ്വീകരിക്കുന്ന കുഞ്ഞുമക്കളെയും അവരുടെ മാതാപിതാക്കളെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും ഈ തിരുബലിയിലേക്ക് ഇടവക കൗൺസിലിന്റെ പേരിൽ മുഴുവൻ ഇടവക ജനങ്ങളുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
സർജവും നിങ്ങളോട് കൂടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ ദിവസത്തിന് ഏറെ പ്രാധാന്യങ്ങളുണ്ട്. ഈ ദിവ്യബലിയുടെ ആരംഭത്തിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും നിരന്തരമായിട്ട് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് സാർവത്രിക സഭ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ 64 കൊല്ലം പൂർത്തിയാക്കി 65ാമത്തെ സ്വതന്ത്ര വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ മധ്യസ്ഥ കൂടിയാണ് സ്വർഗാരോപിതയായ പരിശുദ്ധ കന്യകാമറിയം. പതിവ് പോലെ വളരെയധികം ആഘോഷത്തോടുകൂടി അമ്മയുടെ തിരുനാൾ നിങ്ങൾ കൊണ്ടാടുകയാണ്. ഇക്കൊല്ലം ഈ ആഘോഷത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ഈ ദേവാലയം സ്ഥാപിച്ചതിൻ്റെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഇടവക ഔദ്യോഗികമായിട്ട് സന്ദർശിക്കപ്പെടുകയാണ്. ഈ ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയാം. 50 കൊല്ലത്തിന് മുമ്പ് അന്ന് ഒരു 7 കുടുംബങ്ങൾ മാത്രം ഈ പരിസരത്തിലുണ്ടായിരുന്ന ഒരവസ്ഥയിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കുവാനായിട്ട് അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻകൈയെടുത്ത് 50 കൊല്ലങ്ങളായിട്ട് ഒരു പ്രാദേശിക സഭയായിട്ട് നാം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഒരു ദൈവജന സമൂഹം ഇവിടെ വളർന്നു വരികയാണ്. ഒരു സ്നേഹ സമൂഹമായിട്ട് ദൈവരാജ്യമായിട്ട് രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനുള്ള സംരംഭങ്ങളാണ് ഈ 50 കൊല്ലത്തെ ഈ ഇടവകയുടെ ചരിത്രം. ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നമ്മൾ വർഷിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. 7 കുടുംബങ്ങളിൽ നിന്ന് ഈ ഇടവക വളർന്ന് ഇത്രത്തോളം എത്തിയത് ദൈവാനുഗ്രഹങ്ങളുടെ ഫലമായിരുന്നു. ഇന്ന് ദിവ്യബലി അർപ്പിക്കുമ്പോൾ നന്ദിയോടുകൂടി ദൈവം ഈ ഇടവക സമൂഹത്തിന് മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ സഹോദരരെ, തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ച രീതിയിൽ ദൈവം നമുക്ക് തന്ന കഴിവുകളെ വിനിയോഗിക്കുവാനും വികസിക്കുവാനും ഒരു സ്നേഹ സമൂഹമായി ദൈവരാജ്യമായിട്ട് രൂപാന്തരപ്പെടുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുറവുകളും പാളിച്ചകളും നമ്മളിൽ തന്നെ നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും. ഈ ഇടയ സന്ദർശനത്തിൻ്റെ അവസരം ആഴമായിട്ടുള്ളൊരു ആത്മപരിശോധനയിലൂടെ കോട്ടങ്ങൾ തിരുത്തുകയും നേട്ടങ്ങൾ പരിപോഷിപ്പിക്കുകയും ചെയ്യുവാനുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമാണ്. അതേസമയത്തിന് ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ധാരാളം സ്വപ്നങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. അവയൊക്കെ നിറവേറ്റി കിട്ടണമെങ്കിൽ നമ്മുടെ മാത്രം കഴിവുകളുണ്ട് സാധിക്കില്ലെന്ന് നമുക്കറിയാം. ബലി അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം തുടർന്നുള്ള ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിക്കുവാനായിട്ട് അഭിലാഷങ്ങളിൽ യാഥാർത്ഥ്യമാക്കി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ഈ സമൂഹ മധ്യത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള സാക്ഷ്യം വഹിക്കുന്ന ഒരു ഇടവക സമൂഹമായിട്ട്
ഈ പോകുമ്പോൾ ഇടവകയെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിനായിട്ട്, ശക്തിക്കായിട്ട്, കൃപയ്ക്കായിട്ട് നാം ഇന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയ സെക്രട്ടറിയെ 7 കുഞ്ഞുങ്ങൾ ആദ്യ കുർബാന സ്വീകരിക്കുന്നു. ഏതാണ്ട് 43 കുട്ടികളോളം സ്ഥൈര്യലേപനമെന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയുന്ന ഒരു സുന്ദര ദിവസം കൂടിയാണിത്. ഈ മക്കളെയും ഈ ദിവ്യബലിയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം, ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നത്തെ ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ പെട്ടുപോകാതെ തിന്മയുടെ ശക്തികൾക്കെതിരായിട്ട് ഉറച്ച നിലപാടുകൾ എടുക്കുവാനും വിശുദ്ധമായിട്ടുള്ളൊരു ജീവിത ശൈലിയിലൂടെ തങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാനുമുള്ള കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഈ മക്കളിൽ വർഷിക്കണമേ എന്ന് ഇന്ന് ഈ ദിവ്യബലി അർപ്പിക്കുമ്പോഴും നമുക്ക് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. യോഗ്യതയോടുകൂടി ഈ ദിവ്യബലി ദൈവപിതാവിനെ സമർപ്പിക്കുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പതിവ് പോലെ നമുക്ക് ഓർമ്മിക്കാം. ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാം. പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയാൽ നല്ലൊരു മനസ്സാക്ഷിയോടും പരിശുദ്ധമായിട്ടുള്ളൊരു ഹൃദയത്തോടും കൂടി ഈ ദിവ്യബലിയിൽ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹാശിസുകളാൽ സംബോധിതരാകുവാൻ നമുക്കിപ്പോൾ നമ്മത്തിനെ ഒരുക്കും. സ്വർഗപിതാവിന്റെ വത്സല മക്കളെ, ഈ ബലി ഭക്തിയോടർപ്പിക്കുവാൻ പാപങ്ങളോർത്ത് മനസ്തമിച്ചിടുവിൻ. കർത്താവിൻ കാരുണ്യം യാചിക്കുവിൻ. സർവൈകശക്തനാം ദൈവമേ, വത്സലരാം പ്രിയ സോദരരേ, ഞാനേറെ പാപം ചെയ്തു പോയി. മാപ്പിനു പോലും അർഹതയില്ലാത്ത പാപിയാമെന്നെ നീ കൈക്കൊള്ളണേ. മാപ്പിനു പോലും അർഹതയില്ലാത്ത പാപിയാമെന്നെ നീ കൈക്കൊള്ളണേ. സദയം ശരിക്കൂ ശക്തിയേകൂ നാഥ, പാവത്തെ ഞാൻ വെടിയാം. ഹൃദയം ഉരുകി ഞാൻ തേടുന്നു നാഥ, കണ്ണ
സർവേശ്വരദേവമാം കർത്താവ് നമ്മൾ തൻ പാപങ്ങളെല്ലാം പുറത്തിടട്ടെ. നിത്യമാം ജീവൻ പ്രാപിക്കാൻ നമ്മൾക്കായി തൻ കൃപയേകുമാറായിടട്ടെ. Amen.